ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മീനാക്ഷി മിത്രയോട് പറയാനുണ്ട്, അമ്മയെ കുറ്റം പറയാനൊന്നും പറ്റത്തില്ല മിത്രയെ. അമ്മ ഒരു പഞ്ചപാവമല്ലേ. അമ്മ എന്തുമാത്രം സ്നേഹിച്ചതാണ് ദേവിയെടുത്തിയെ. അതുമാത്രമല്ല, ഞങ്ങളെക്കാളും കൂടുതൽ ദേവിയെടുത്തിയല്ലേ സ്നേഹിച്ചത്. അമ്മയുടെ ആ ഒരു സ്നേഹത്തിന് ഒരു വിലയും കൊടുക്കാത്ത ചതിച്ചില്ലേ. അതുകൊണ്ട് അമ്മ ഇങ്ങനെ മാറ്റിയത്. അമ്മയാണെങ്കിൽ സ്വത്തോ പണമോ അങ്ങനെയൊന്നും മോഹിക്കുന്ന ഒരാളെ ഉണ്ടായിരുന്നില്ല. അപ്പം മിത്ര പറയുന്നുണ്ട്, ഏട്ടത്തി ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം വരുന്നുണ്ട്. ഏട്ടത്തി ഒരു പഞ്ചപാവമല്ലേ. ആ ഫ്രോഡ് തന്തയും തള്ളയൊക്കെയാണ് ഏട്ടത്തി ഇങ്ങനെ ഒരു കുഴി കൊണ്ട് ചാടിച്ചത്. മീനൻ ചേച്ചി, ഇതൊക്കെ എങ്ങനെ ഇനി അവസാനിക്കും? ഏട്ടത്തിക്ക് ഇനി തിരിച്ചു വരാൻ പറ്റുമോ? എനിക്കറിയില്ല മോളെ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇതുകൊണ്ടൊന്നും അവസാനിക്കത്തില്ല. അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത്? ആ ശ്രീകല ആൻറ്റിയുണ്ടല്ലോ, അവർ അത്ര പെട്ടെന്നൊന്നും തോൽവി സമ്മതിക്കുന്ന ഒരാളൊന്നും അല്ല. അവർ പ്രശ്നം ഉണ്ടാക്കും, എന്തെങ്കിലുമൊക്കെ അവർ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. അതാ എൻ്റെ പേടി. അപ്പോൾ അവരങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. ഇവിടെ നമ്മുടെ ദേവിയാണെങ്കിൽ ഉദയഭാനു കുറ്റപ്പെടുത്തുന്നുണ്ടോ, നീ എന്തിനാ മോളെ ഇപ്പം അങ്ങോട്ട് കയറി ചെന്നത്? ദേവമംഗലത്തുള്ളവർ നിന്നെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് എന്നുള്ള ബോധം പോലും നിനക്കില്ലാതെ പോയി. എന്തിനും നീ പോയി? ഇതിൻ്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ദേവി പറയാണ്, അച്ഛാ അത് എൻ്റെ വീടാണ്, എനിക്ക് അവിടുന്ന് മാറി നിൽക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ശ്രീകല, അത് നിൻ്റെ വീടാണെന്നും അവിടെ ഉള്ളതെല്ലാം നിൻ്റെ ആൾക്കാരാണെന്നും നിനക്ക് പ്രിയപ്പെട്ടവരാണെന്നും ഒക്കെ നീ മാത്രമാണ് ചിന്തിക്കുന്നത്. അങ്ങനെ ഒരു ചിന്തയൊന്നും അവർക്കില്ല. ഇന്ന് എന്തൊക്കെയാണ് അവർ വിളിച്ച് പറഞ്ഞത്? അപ്പോൾ ദേവി, അങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിലേ അതിശയുള്ളൂ. ഞങ്ങൾ അവരോട് അത്രയ്ക്കും വലിയ ചതിയല്ല അമ്മയെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശ്രീകല വീണ്ടും പറയാണ്, സംഭവിച്ചതെല്ലാം സംഭവിച്ചു പോയി. ഇനി അതിനെപ്പറ്റി പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. ഞാൻ നിന്നോടൊരു കാര്യം പറയാം. നീ എന്നെ ഇങ്ങനെ നോക്കിയൊന്നും പേടിപ്പിക്കില്ലേ. അപ്പോൾ ദേവി പറയാണ്, അമ്മ ഇപ്പം നിസാരം പോലെ പറഞ്ഞല്ലോ, സംഭവിച്ചു പോയി എന്നുള്ളത്. ഇതേ കുടുംബത്തിൽ ഈ ഒരു അവസ്ഥ ഇവിടെയാണ് സംഭവിച്ചതെന്നെങ്കിലേ എൻ്റെ സ്ഥാനത്ത് ആനന്ദേട്ടനാണെങ്കിൽ അമ്മ ക്ഷമിക്കുമോ? അപ്പോൾ ഉദയഭാനു പറയാം, മോളെ അങ്ങനെയല്ലല്ലോ നമ്മുടെ കാര്യങ്ങൾ. എൻ്റെ അച്ഛ ഒരു കോടീശ്വരൻ്റെ മകനാണെന്നും പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിച്ചിട്ടാണ് ഈ കല്യാണം നടന്നു. കുറേ കാലം കഴിഞ്ഞിട്ട് ഈ ചതി ഈ പറഞ്ഞതെങ്കിൽ അച്ഛൻ ക്ഷമിക്കുമോ? അമ്മ ക്ഷമിക്കുമോ? നിങ്ങളുടെയൊക്കെ പ്രതികരണം എന്തായിരിക്കും? അതുമാത്രമേ അവരും ഇപ്പോൾ എന്നോട് ചെയ്തിട്ടുള്ളൂ. അതല്ല, അതിൽ കൂടുതലായിട്ട് അവരൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എൻ്റെ അമ്മ എന്നെ എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയോ? ഇപ്പോൾ അമ്മ കുറ്റപ്പെടുത്തി പറയുന്ന ഓരോ വാക്കും അത് സത്യമല്ലേ പറയുന്നത്? എന്നെ വിശ്വസിച്ചു അമ്മ. പാവം, എൻ്റെ സ്വത്തോ പണമോ ഒന്നും കണ്ടിട്ടല്ല എൻ്റെ അമ്മ എന്നെ സ്നേഹിച്ചത്. അമ്മയ്ക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു, വിശ്വാസമായിരുന്നു, സ്നേഹമായിരുന്നു. അത്രയേറെ എന്നെ വിശ്വസിച്ച ആ അമ്മയെയാണ് ഞാൻ ചതിച്ചത്. അമ്മയ്ക്ക് അതെങ്ങനെയാണ് ക്ഷമിക്കാൻ പറ്റുന്നത്? അച്ഛൻ പറ. അമ്മ മാത്രമല്ല, ആ വീട്ടിലെ എല്ലാവരും, മിത്രയായാലും മീനു ആയാലും ബാലച്ചനാണെങ്കിലോ എന്നെ എന്തുമാത്രം ഇഷ്ടമായിരുന്നു. ദേവി മോളെ എന്നല്ലാതെ ബാലച്ചൻ എന്നെ വിളിച്ചിട്ടുണ്ടോ? ബാലച്ചൻ മാത്രമല്ല, ബാക്കി എല്ലാവരും അങ്ങനെ തന്നെയാണ്. മാമനാണെങ്കിലോ അവർക്കെല്ലാം ഞാൻ അത്രയ്ക്ക് പ്രിയപ്പെട്ടവളായിരുന്നു. പക്ഷേ എന്നിൽ നിന്നും ഇങ്ങനൊരു ചതി അവരാരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഇതിൻ്റെയൊക്കെ കാരണക്കാരാരാണ്? അപ്പം തന്നെ ഉദയഭാൻ്റെ മുഖം വല്ലാണ്ടായി. പറ, നിങ്ങളൊക്കെ തന്നെയല്ലേ? എന്നിട്ടും കുറ്റക്കാർ ദേവമംഗലത്തുകാർ. തെറ്റ് ചെയ്തത് നമ്മളാണ്. നിരപരാധിയായ കുറേ മനുഷ്യരെ വേദനിപ്പിച്ചു. എന്നിട്ടും അവരുടെ കണ്ണീരും ശാപവും എല്ലാം എനിക്ക് വയ്യ. അതിൽ നിന്നും ഞാൻ എങ്ങനെ രക്ഷപ്പെടും ഈശ്വര എന്ന് പറഞ്ഞ് ദേവി കരയാണ് കേട്ടോ. അന്നേരം ഉദയഭാനു പറയുന്നുണ്ട്, മോളെ ആരുടെ ശാപവും കണ്ണീരും ഒന്നും നിൻ്റെ ദേഹത്ത് വീഴില്ല. നീയല്ലല്ലോ തെറ്റുകാരി. അച്ഛൻ നിർബന്ധിച്ചതുകൊണ്ടല്ലേ നീ എല്ലാം ചെയ്തത്. നീ നല്ല നിലയിൽ ജീവിക്കണമെന്ന് അച്ഛൻ ആഗ്രഹിച്ചു. അത് ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് അച്ഛൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മോളെ. അപ്പോൾ ദേവിക്ക് ദേഷ്യം വരികയാണ്. അപ്പോൾ ദേവി ചോദിക്കുന്നുണ്ട്, അച്ഛനെ എന്തൊക്കെയാണ് പ്രതീക്ഷിച്ചത്? ഒരിക്കലും ഈ സത്യങ്ങളൊന്നും അറിയില്ലെന്ന് വിചാരിച്ചോ? രഹസ്യങ്ങൾ എന്നും രഹസ്യമായിട്ട് തന്നെ ഇരിക്കുമെന്ന് വിചാരിച്ചോ? ഇല്ല ചാ, എന്തെങ്കിലും ഒരു ദിവസം ഈ സത്യങ്ങളൊക്കെ പുറത്തു വരും എനിക്കറിയായിരുന്നു. ഇത് ഭയന്ന് തന്നെയാണ് ഇത്രയും കാലം ഞാനിവിടെ കഴിഞ്ഞത്. മോളെ, നീ പറഞ്ഞതൊക്കെ അച്ഛൻ അംഗീകരിക്കുന്നു. ഒരു കാര്യം മോൾ അനുസരിച്ചേ പറ്റുള്ളൂ. ദേവമംഗലത്തേക്ക് ഒരു കാരണവശാലും നീ ഇനി പോകരുത്. പക്ഷെ അത് എൻ്റെ വീടാണ്, ഞാൻ അങ്ങോട്ട് പോവും, ഞാൻ അവിടെ തന്നെ താമസിക്കും എന്നും പറഞ്ഞുകൊണ്ട് ദേവി ദേഷ്യം പിടിച്ച് അവിടെ വന്നിരിക്കാട്ടോ. ശ്രീകല പറഞ്ഞിട്ട്, ഉദയേട്ടാ ഇവക്ക് എന്താ മനസ്സിലാത്തത്? എടി, നിൻ്റെ മുന്നിൽ വെച്ചല്ലേ ഞാൻ അവരെ വെല്ലുവിളിച്ചത്. ഒരാഴ്ചയ്ക്കുള്ളിൽ ദേവമംഗലത്തു നിന്ന് ആരെങ്കിലും വന്ന് നിന്നെ കൂട്ടിക്കൊണ്ട് പോയില്ലെങ്കിൽ വിവരം അറിയുന്നു ഞാൻ വെല്ലുവിളിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് നീ ഇപ്പോൾ ഓടിച്ചെന്നത് എന്തിനാ? അവർക്ക് മുന്നിൽ എനിക്ക് എന്ത് വിലയടി ഉള്ളത്? അത് ശരി. അമ്മ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ദേവമംഗലത്തുകാരുടെ മുന്നിൽ അമ്മയ്ക്ക് ഇപ്പോഴും നിലയും വിലയും ഉണ്ടെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണോ? എടി, നീ ഒന്ന് അടങ്ങ്. ഇല്ലെന്നേ, എനിക്ക് പറയാനുള്ളത് പറയണം.
മോളെ ഒരാഴ്ചത്തെ സമയം നമ്മൾ കൊടുത്തിട്ടില്ലേ, അതിനുള്ളിൽ നമുക്ക് അനുകൂലമായി എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവും മോളെ. എന്ത് തീരുമാനം ഉണ്ടാക്കാനാ? അമ്മയുടെ ഭീഷണി കേട്ട് പേടിച്ച് അവരിന്ന് ആരെങ്കിലും എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വരുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? എടിയും ആ മുറ്റത്ത് നിന്ന് ഞാൻ പറഞ്ഞ വാക്കുകളൊന്നും വെറും വാക്കുകളല്ല. ആനന്ദ് ഇവിടെ വരും, ഒരാഴ്ചക്കുള്ളിൽ നിന്നെ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യും. അമ്മയ്ക്ക് അത്രയ്ക്ക് ഉറപ്പാ? മഹാറാണിയെ പോലെ നീ ദേവമംഗലത്ത് കഴിയും. ഈ ശ്രീകലയാ പറയുന്നത്. ദേവി അങ്ങോട്ട് ചിരിച്ചിട്ട് പറയില്ല, മഹാറാണിയോ? അമ്മ ഇപ്പോഴും സ്വപ്നലോകത്തല്ലേ? അവരുടെ മുന്നിൽ ഒന്ന് തല ഉയർത്തി പിടിച്ച് നിൽക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല. എടി, നിന്നെ ദേവമംഗലത്തേക്ക് തിരിച്ചെത്തിക്കുമെന്ന് പറയുന്നത് ഈ ശ്രീകലയാണെങ്കിൽ ഞാൻ ആ വാക്ക് പാലിച്ചിരിക്കും എന്ന് ശ്രീകല കട്ടായം പറയാണ് കേട്ടോ. അമ്മ എങ്ങനെ കയറ്റുമെന്നാണ് നിങ്ങൾ പറയുന്നത്? നീ ഒന്ന് അടങ്ങ്. നീ ഒരാഴ്ച വരെ ക്ഷമിക്ക്. ഇല്ല, ഒരാഴ്ചയില്ല, 1 മാസം കഴിഞ്ഞാലും അവർ നിന്നെ സ്വീകരിക്കാൻ തയ്യാറാവില്ല. ചെയ്തു പോയ തെറ്റിന് അവരുടെ കാല് പിടിക്കാൻ എനിക്ക് ഒരു മടിയില്ല. ഞാൻ പോയി കാല് പിടിച്ചെങ്കിലും അതിനകത്ത് കയറും. എടി, നീ അവരുടെ കാല് പിടിച്ചാലുണ്ടല്ലോ നിന്നെ ഞാൻ ശരിയാക്കും. അമ്മ നിർത്ത, അമ്മ ഇതിൽ ഇടപെടണ്ട. ഇത്രയും നാളെ നിങ്ങൾ പറയുന്നതെല്ലാം കേട്ട് ഞാൻ ജീവിച്ചില്ലേ? ഇനിയില്ല, ഇനി എനിക്ക് മതിയായി. ഇനി ഞാൻ എൻ്റെ ഇഷ്ടത്തിനെ ഞാൻ ജീവിക്കും. എടി, നിന്നെ ഞാനിപ്പോൾ ശരിയാക്കുമെന്ന് പറഞ്ഞ് ഒരൊറ്റ അടി കൊടുക്കാനായിട്ട് ശ്രീകല വരിക കേട്ടോ. അന്നേരം പെട്ടെന്ന് തന്നെ നമ്മുടെ ഉദയഭാനു വന്നിട്ട് പോയിട്ടു, ശ്രീകലേ, നീ എന്തിനടി അവളെ തല്ലാൻ കൈയുയർത്തന്നെ? അവൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ? നിങ്ങളൊന്നും മിണ്ടരുത്, മിണ്ടി പോവരുതെന്നാ പറഞ്ഞെന്ന് പറഞ്ഞ ശ്രീകല. എടി ദേവി, നിന്നോട് ഞാനൊരു കാര്യം പറയാം. നിന്നെ പ്രസവിച്ചത് ഞാനാ. എന്നെ മുന്നിൽ വെച്ചാ നിന്നെയും എന്നെയും കുടുംബത്തെയും ഒക്കെ ഗോമതി അപമാനിച്ചത്. നമ്മൾ തെറ്റ് ചെയ്തു, അത് അംഗീകരിക്കുന്നുമുണ്ട്. പക്ഷേ അവർക്ക് മാന്യമായിട്ട് സംസാരിച്ച് ഈ പ്രശ്നം പരിഹരിക്കാമായിരുന്നില്ലേ? അത് ചെയ്തോ? ഇല്ല. ഒരൊറ്റ കാര്യം ഞാൻ നിന്നോട് പറയണം അവസാനമായിട്ട്. ആ മുറ്റത്ത് വെച്ച് എൻ്റെ കണ്ണീരിന്ന് വീണ ഓരോ കണ്ണീരിനും എണ്ണി ഞാൻ അവരുടെ അടുത്ത് പകരം ചോദിക്കും. നീ നോക്കിക്കോ, അത് എൻ്റെ മാത്രം പ്രതികാരമാണ്. ഇതിനിടയ്ക്ക് നീ അവിടെ പോവുകയെ കാല് പിടിക്കാനും പോവോ എന്തെങ്കിലും ചെയ്താൽ നിന്നെ ഞാൻ ശരിയാക്കും. നീ എൻ്റെ കൂടെ നിന്നോളണം. നിന്നേ പറ്റും. ഞാൻ പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോകാൻ നീ തയ്യാറാവണം എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകല വിട്ടുകൊടുക്കുന്നില്ലല്ലോ. ഇനി അമ്മയെ തോൽപ്പിച്ച് ദേവമംഗലത്തുകാരുടെ കാല് പിടിക്കാൻ വല്ലതും പോകാനാണെങ്കിൽ എൻ്റെ ശവമായിരിക്കും നീ കാണുന്നത്. നീ നോക്കിക്കോ. അത് പറയുമ്പോൾ ദേവി പാവം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. എന്ത് ചെയ്യണോ എന്ന് പറഞ്ഞ് ദേവി അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ ഉദയവാണിനും ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞ് ആനന്ദ് ധർമ്മസങ്കടത്തിലാണല്ലോ. അച്ഛനോട് പോയി പറയുന്നുണ്ട്, അച്ഛാ എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താ മോനെ? നീ പറഞ്ഞോ. എനിക്ക് ദേവിയായിട്ടുള്ള ബന്ധം ഇനി എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. ആ ബന്ധം ഇവിടെ അവസാനിപ്പിക്കാനാണ് എൻ്റെ തീരുമാനം. അപ്പോൾ നമ്മുടെ ഗോമതി പറയുന്നത്, അയ്യോ എന്തൊക്കെയാടാ നീ പറയുന്നത്? അതെ, ദേവിക്ക് ഡിവോഴ്സ് നോട്ടീസ് അയക്കണം. അച്ഛനോടൊരു വാക്ക് പറഞ്ഞിട്ട് ചെയ്യാമെന്ന് കരുതി. എടാ, ഇത്ര ധൃതി പിടിച്ച് ചെയ്യണോ എന്ന് ഗോമതി. പിന്നല്ലാതെ ഞാൻ എന്ത് ചെയ്യണം പറ. എടാ, ഒരു ബന്ധം വേർപെടുത്തുക എന്നൊക്കെ പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്താ അമ്മ എന്താ പറയുന്നത്? ഒന്നും സംഭവിക്കാത്തതുപോലെ അവളെങ്ങ് തിരിച്ചു വിളിച്ചുകൊണ്ട് വരണോ? എൻ്റെ ഭാര്യയുടെ താമസിപ്പിക്കണോ? എടാ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. ദേ അമ്മേ, ഞാനൊരു കാര്യം പറയാം. ഇനി അവളെ എൻ്റെ ഭാര്യയുടെ സ്ഥാനത്ത് എനിക്ക് കാണാൻ കഴിയില്ല. എന്നെക്കൊണ്ട് സാധിക്കില്ല. ഇത്രയും വലിയൊരു ചതി നമ്മളോട് ചെയ്ത അവളോട് ക്ഷമിക്കാൻ എനിക്ക് സാധിക്കില്ലമ്മേ. എല്ലാ സത്യങ്ങളും ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാൻ ആരോടും ഒന്നും പറയാത്തെന്നറിയോ? അച്ഛൻ്റെ വിഷമം താങ്ങാനാവാത്ത നിങ്ങളെല്ലാവരും വിഷമിക്കുന്നുള്ളതുകൊണ്ടാണ്. ദേവി ഗർഭിണിയായതും കുഞ്ഞിനെ നഷ്ടപ്പെട്ടതും ഒക്കെ ഞാൻ ഒരുപാട് വിഷമിച്ചിരുന്നു. ഞാൻ ആ സങ്കടം ഉള്ളിൽ കൊണ്ട് നടന്നതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ അതിലും വലിയ സങ്കടം എന്തെന്നറിയോ അമ്മേ? അവളെന്നെ ചതിച്ചതാണ്. IT കമ്പനി ജോലിക്ക് പോകണമെന്നും പറഞ്ഞ് പോയിട്ടൊരു സുപ്രഭാതത്തിൽ ഹോട്ടലിൽ വെച്ചിട്ട് അവൾ സപ്ലയറായിട്ട് അതും എൻ്റെ മുന്നിൽ വന്ന് നിന്ന ആ കാഴ്ച എനിക്കങ്ങോട്ട് മനസ്സിൽ നിന്ന് പോകുന്നില്ല. എന്നെ തകർത്ത് കളഞ്ഞില്ലേ അവൾ? ഇത്രയും വലിയൊരു ചതി എന്നോട് ചെയ്ത് കളഞ്ഞില്ലേ അമ്മേ? പോകുന്നില്ല മനസ്സിൽ. നിങ്ങളെല്ലാവരും എന്താ വിചാരിച്ചത്? കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് കൊണ്ട് ഞാൻ മനസ്സ് തകർന്ന് നടക്കുകയാണെന്നല്ലേ? മനസ്സിൽ തകർച്ച ഉണ്ടായിരുന്നു, പക്ഷെ അതിലും വലിയ തകർച്ച ഇവരെന്നെ ചതിച്ചതായിരുന്നു. എന്നിട്ട് ഞാൻ ആരോടും ഒന്നും പറയാതെ ഞാൻ കൊണ്ടു നടന്നില്ലമ്മേ. പക്ഷേ ഇനി എനിക്ക് അവളോട് യോജിച്ച് പോകാൻ കഴിയില്ല. അവൾ അത്രയും വലിയൊരു ചതിയാണ് എന്നോട് ചെയ്തത്. മോനെ, ഞാൻ നിന്നോട് തെറ്റ് ചെയ്തല്ലോ എന്ന് പറഞ്ഞു ബാലൻ. അച്ഛാ, ഒരിക്കലും അച്ഛൻ വിഷമിക്കരുത്. അച്ഛൻ എന്നോട് ഒരു തെറ്റും ചെയ്തില്ല. പക്ഷേ അച്ഛന് എനിക്ക് നല്ലൊരു ജീവിതം തരണം എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ എനിക്ക് വേണ്ടി നിന്നത്. എനിക്കതുകൊണ്ട് അച്ഛനോട് വെറുപ്പോ അങ്ങനെയൊന്നുമില്ല. അച്ഛൻ ഇങ്ങനെയൊക്കെ ഓർത്ത് വിഷമിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ. പക്ഷേ എനിക്ക് പറ്റണില്ല അച്ഛാ. ചിലപ്പോൾ അവൾ പറയുന്നത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യം കാണും. അവൾ പറയുന്നതിൽ ചിലപ്പോൾ സത്യവും കാണുമായിരിക്കും. പക്ഷേ എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഇനി അങ്ങോട്ട് അവളെ എത്ര തന്നെ സത്യസന്ധത കാണിച്ചാലും എനിക്ക് വിശ്വസിക്കാനാവില്ല. അങ്ങനെ ഒരാളിൻ്റെ കൂടെ ഞാൻ എങ്ങനെയാ വെച്ചാൽ ജീവിക്കുന്നത്? ക്ഷമിക്കുന്നതെല്ലാം ക്ഷമിച്ചു, പോകുന്നവരെല്ലാം പോട്ടെ എന്ന് വെച്ചു. അവസാനം എന്തായി പറ? അവളുടെ അച്ഛൻ നമ്മുടെ കടയിൽ നിന്ന് പണം മോഷ്ടിച്ചു. ആ കുറ്റം മാമൻ്റെ തലയിൽ കെട്ടിവെച്ചു. പാവം പിടിച്ച ബാലൻ നമ്മളെ വിഷമിച്ചിരിക്കേണ്ടിട്ട് ബാലൻ. അപ്പോൾ ധർമ്മനെക്കുറിച്ച് പറയാനായിട്ട്, ധർമ്മമാവൻ പാവം ഇവിടുന്ന് എന്തുമാത്രം നെഞ്ചു പൊട്ടിയായി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ക്യാമറയിൽ സത്യാവസ്ഥ അറിഞ്ഞില്ലെങ്കിൽ ഇന്നും ധർമ്മൻ മാവൻ തന്നെ കുറ്റവാളിയായിട്ട് നിൽക്കില്ലായിരുന്നോ? ഇതെല്ലാം അറിഞ്ഞിട്ടും ഞാൻ എന്തിനാമേ ഈ ബന്ധം ഇങ്ങനെ ചുമന്നോട് നടക്കുന്നത്? അമ്മ പറ.
എനിക്ക് പറ്റില്ലമ്മേ, എന്നെ കൊണ്ടാവില്ല. അതുകൊണ്ട് എത്രയും വേഗം ഡിവോഴ്സ് നോട്ടീസ് കൊടുക്കണം എന്ന് തീരുമാനിച്ച് ഉറപ്പിക്കുക കേട്ടോ. അപ്പോൾ ബാലനും വന്ന് പറയുന്നുണ്ട്, മോനെ സമാധാനപ്പെട്, നീ വിഷമിക്കണ്ട. ഉദയഭാനുവിനെ കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കണമായിരുന്നു. അയാൾ പറഞ്ഞതെല്ലാം വിശ്വസിച്ചു. എനിക്ക് പറ്റിയ തെറ്റാണ്, സാരമില്ല. അച്ഛൻ ഒരിക്കലും അങ്ങനെയൊന്നും കരുതരുത്. അച്ഛൻ വിഷമിക്കണ്ട, അച്ഛന് തെറ്റ് പറ്റില്ല. എൻ്റെ ജീവൻ തകർക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ ഒന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം. പക്ഷെ അച്ഛൻ്റെ ഈ സത്യസന്ധതയും നല്ല മനസ്സും അവർ മുതലെടുത്ത് ചതിക്കുകയാണ് ചെയ്തത്. അതിന് അച്ഛൻ എന്ത് തെറ്റ് ചെയ്തു? സാരമില്ല, ഒന്നുകൊണ്ടും വിഷമിക്കണ്ട അച്ഛാ, പോട്ടെ. സഹിക്കല്ലേ. സഹിക്കാൻ പറ്റാത്ത വിഷമം കൊണ്ട് ബാലൻ വിഷമിക്കുക കേട്ടോ. കരയല്ലേ അച്ഛാന്ന് പറയാട്ടോ. ഇനി ഇങ്ങനൊരു ഭാര്യ, ഇതുപോലൊരു കള്ളി എൻ്റെ തലയിൽ വരാനായിട്ട് എൻ്റെ തലയിലെഴുത്താണ്. അല്ലാതെ അച്ഛനെ ഞാൻ കുറ്റപ്പെടുത്തില്ല. എൻ്റെ അച്ഛൻ പാവം. എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടി നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ അച്ഛാ. ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ അച്ഛനെയാണ്. അതുകൊണ്ട് അച്ഛൻ സങ്കടപ്പെടരുതെന്ന് പറഞ്ഞുകൊണ്ട് ആനന്ദ് കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് കരയാൻ കേട്ടോ. അവരും ധർമ്മസങ്കടത്തിലായി. തൊട്ടപ്പുറത്ത് കൃഷ്ണമംഗലത്താണെങ്കിലേ ധർമ്മന് ഒരു വല്ലാത്ത സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതിലും അപ്പോഴത്തെ ദേഷ്യത്തിന് ചെയ്തു പോയതാണെങ്കിലും ഒക്കെ ഇപ്പോൾ കള്ളമൊക്കെ കണ്ടുപിടിച്ചല്ലോ. അപ്പോൾ ധർമ്മൻ ഇങ്ങനെ നിൽക്കുമ്പോൾ തിരിച്ച് അങ്ങോട്ട് പോകണമെന്നുള്ളൊരു ചായ്വ് വരുന്നുണ്ട് കേട്ടോ ധർമ്മന്. പോയി അവരെയൊക്കെ കണ്ടൊന്ന് സമാധാനിപ്പിക്കാൻ സുകന്യ സമ്മതിക്കണില്ല. സുകന്യ പറയുന്നുണ്ട്, ഇനി അങ്ങോട്ട് പോകാനും നിൽക്കില്ലേ, ദേ ഇവിടെ അച്യുതേട്ടന് അതൊന്നും ഇഷ്ടപ്പെടത്തില്ല. നിങ്ങൾക്ക് നല്ലൊരു കടയിട്ട് നല്ല രീതിയിലൊരു ജീവിതം തരാൻ വേണ്ടി അവർ നിൽക്കുമ്പോൾ അവരെ വെറുതെ ചതിക്കാനും അവരെ ദേഷ്യപ്പെടുത്താനൊന്നും നിൽക്കില്ലേ. കൊള്ളാം, നീ എന്തൊക്കെയാടി പറയുന്നത്? ആഹാരം എടുത്ത് വെച്ചിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുക കേട്ടോ. അപ്പോൾ പറഞ്ഞ അച്യുതേട്ടൻ പറയണ എൻ്റെ വാശിയൊന്നും കാണിക്കരുത്. എനിക്ക് വാശിയൊന്നുമില്ലടി, പുച്ഛമാണ് പുച്ഛം. അച്യുതേട്ടനോട് മാത്രമല്ല, എനിക്ക് എന്നോട് തന്നെയാണ് പുച്ഛം. ഇവിടെ ഇപ്പോൾ അടിമ ജീവിതം പോലെ എനിക്ക് തോന്നുന്നു. അപ്പോൾ ധർമ്മം പറയുന്നുണ്ട്, എടി ഇതിപ്പോൾ എന്നെ അവിടെ നിന്ന് ഇറങ്ങി വന്നതിൻ്റെ ആ ഒരു സന്തോഷത്തില്ല ഇവർ ഓരോന്നും ചെയ്തു തരാമെന്നൊക്കെ പറയുന്നത്. അല്ലാതെ എന്നോടുള്ള ആത്മാർത്ഥയും സ്നേഹവും കൊണ്ടൊന്നുമില്ല. പിന്നെ ദേവമംഗലത്ത് നിന്ന് പൈസ മോഷ്ടിച്ചെന്ന് പറഞ്ഞ് അടിച്ചിറക്കി വിട്ടപ്പോൾ കുഴപ്പമില്ലായിരുന്നോ? മിണ്ടി പോർത്ത് നീ. അടിച്ചിറക്കി വിട്ടെന്ന് കുറേ ദിവസം കൊണ്ട് ഇവിടെ എല്ലാവരും പറയുന്നല്ലോ. അങ്ങനെ ആരും അവിടെ നിന്ന് അടിച്ചിറക്കി വിട്ടതല്ല. ആ സമയത്ത് ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ എൻ്റെ ദേഷ്യം കൊണ്ട് ഞാൻ അന്നേരം വിഷമം കൊണ്ട് ഞാൻ ഇറങ്ങിപ്പോന്നതാണ്, അല്ലാതൊന്നുമല്ല. അപ്പോൾ തന്നെ ഉടനെ സുകന്യ പറയാം, അച്യുതേട്ടൻ പറഞ്ഞതുപോലെ ധർമ്മേട്ടന് പുതിയ വെളിപാടുകൾ വന്നു തുടങ്ങിയല്ലോ. വെളിപാട് തന്നെയെന്ന് അങ്ങനെ തന്നെ വെച്ചോ. ഒരു കാര്യം നീ മനസ്സിലാക്കിയോ, പണവും സൗകര്യമല്ല നമുക്ക് വലുത്, സ്വാതന്ത്ര്യമാണ്. ഇനിയിപ്പോൾ അതൊക്കെ തോന്നും. ധർമ്മേട്ട, അച്ചുവേട്ടനെ നമുക്ക് വേണ്ടി തുടങ്ങാൻ പോകുന്ന കട അത് വേണ്ടാന്നൊന്നും പറഞ്ഞേക്കല്ലേ, അത് പിന്നെ വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. ഞാൻ ഇനി ഒന്നും പറയുന്നില്ല, നിങ്ങളെല്ലാവരും കൂടെ തീരുമാനിച്ചല്ലേ, നടക്കട്ടെ. പക്ഷേ ഉദയഭാനുവിൻ്റെ കൂടെ ചേർന്ന് ഏട്ടൻ ദേവമംഗലത്തുകാർക്ക് എതിരായിട്ട് നിന്നാ ഞാൻ ഇടപെടാൻ തന്നെ ചെയ്യും എന്നും പറഞ്ഞ് സുകന്യയ്ക്ക് താക്കീത് കൊടുത്തിട്ട് ധർമ്മൻ പോവാട്ടോ. ഇതൊക്കെയാണ് എപ്പിസോഡിലെ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്